അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 125 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. യഹോവയിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ യഹോവയിൽ ആശ്രയം വെച്ചിരിക്കുന്ന വ്യക്തിയെയും ജനത്തെയും യഹോവ ചുറ്റി പരിപാലിക്കുകയും ചെയ്യുമെന്ന് ഈ 2 വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്രയേലിൻ്റെ രാജാവായ ദൈവം ശൗലിനെ തിരഞ്ഞെടുത്തെങ്കിലും ദൈവത്തോടുള്ള അനുസരണക്കേടിനാൽ തൻ്റെ രാജ്യത്വം നഷ്ടപ്പെടുത്തിയ ശൗൽ രാജാവ് തൻ്റെ രാജ്യത്വത്തിൽ പിടിച്ചു നിൽക്കുവാൻ വളരെയധികം ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. താൻ ഗിൽബോവ പർവ്വതത്തിൽ പട്ടുപോയി. തനിക്ക് പകരം രാജാവാകുവാൻ ശമൂവേലിനാൽ അഭിഷിക്തനായ ദാവീദിനെ കൊന്ന് തൻ്റെ മകനെ രാജാവാക്കുക എന്നതായിരുന്നു തൻ്റെ ലക്ഷ്യമെന്ന് ശൗലിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ദൈവാത്മാവ് നഷ്ടപ്പെട്ടവനും ദൈവത്തെ അനുസരിക്കാത്തവനുമായ ശൗലിനെ ദാവീദിനെ കൊല്ലുവാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയല്ല, ശൗലും തൻ്റെ മക്കളും ഗിൽബോവ പർവ്വതത്തിൽ തകർന്നടിയുകയും ദാവീദ് രാജാവാകുകയും ചെയ്തു. ശൗൽ ദൈവത്തിൽ ആശ്രയിച്ചില്ല, അവൻ മന്ത്രവാദികളിൽ ആശ്രയിച്ചു. അതുകൊണ്ട് അവനും അവൻ്റെ തലമുറകളും നശിച്ചുപോയി. ദാവീദ് ബത്ശബയോടുള്ള ബന്ധത്തിൽ പാപം ചെയ്തുവെങ്കിലും അതുകൂടാതെ സകലത്തിലും ദൈവത്തെ അനുസരിക്കുകയും ആശ്രയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവനെ ദൈവം രാജസ്ഥാനത്ത് ഉറപ്പിച്ചു. അവൻ്റെ ശേഷം അവൻ്റെ മകനായ ശലോമോൻ രാജാവായി. ശലോമോൻ ദൈവത്തോട് പാപം ചെയ്തതിനാൽ ദാവീദിൻ നിമിത്തം 40 വർഷം ഇസ്രയേലിൽ രാജാവായെങ്കിലും ശലോമോൻ്റെ മരണശേഷം തൻ്റെ മകനായ രഹബയാമിന് ഇസ്രയേലിൽ 12 ഗോത്രമുള്ളതിൽ വെറും 2 ഗോത്രം മാത്രം ലഭിക്കുകയും ബാക്കി 10 ഗോത്രം ശലോമോൻ്റെ ദാസനായ യൊരോബയാമിനെ നൽകുകയും ചെയ്തു. രഹബയാമിന് ലഭിച്ച 2 ഗോത്രത്തിലായിരുന്നു യെരുശലേം ദേവാലയം നിന്നിരുന്നത്. യൊരോബയാമിൻ്റെ 10 ഗോത്രങ്ങളിലുള്ള ജനം യഹോവയെ ആരാധിക്കുവാൻ യെരുശലേമിൽ ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ യഹൂദ രാജാവിനോട് കൂറു പുലർത്തുമെന്ന ഭയത്താൽ വടക്കേ രാജ്യമായ ഇസ്രയേലിൻ്റെ 10 ഗോത്രത്തിൻ്റെ രാജാവ് യൊരോബയാം 2 കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ജനത്തെ യെരുശലേമിലേക്ക് പോകുവാൻ സമ്മതിക്കാതിരുന്നു. ആ കാളക്കുട്ടിയെ ആരാധിക്കുവാൻ ജനത്തെ അവർ നിർബന്ധിച്ചു. തെക്കേ ദേശമായ യഹൂദ രാജ്യത്തിൻ്റെ രാജാവായ രഹബയാമിൻ്റെ ശേഷം അവൻ്റെ മകനായ അബിയാവ് രാജാവായി. ഈ സമയത്ത് ഇസ്രയേൽ രാജാവായ യൊരോബയാം 8 ലക്ഷം പട്ടാളക്കാരുമായി യഹൂദ രാജ്യത്തോട് യുദ്ധം ചെയ്യുവാൻ വന്നപ്പോൾ യഹൂദ രാജാവായ അബിയാവ് വെറും 4 ലക്ഷം പട്ടാളക്കാരുമായി അതിനെ നേരിട്ടു. യുദ്ധത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് അബിയാവ് യൊരോബയാമിനോട് വിളിച്ചു പറഞ്ഞ ദാവീദ്, ഞങ്ങളുടെ ദൈവമോ യഹോവയാകുന്നു, അവനെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരായിട്ട് അഹ്റോൻ്റെ പുത്രന്മാർ ഞങ്ങൾക്കുണ്ട്. ലേവ്യരും തങ്ങളുടെ വേല നോക്കി വരുന്നു. അവർ ദിനംപ്രതി രാവിലെയും വൈകുന്നേരവും യഹോവയ്ക്ക് ഹോമയാഗങ്ങളും പരിമളധൂപവും അർപ്പിക്കുന്നു. കാഴ്ചയപ്പം വിശുദ്ധ മേശമേൽ അടുക്കി വയ്ക്കുന്നു. പൊൻനില വിളക്കുകളും അതിൻ്റെ ദീപങ്ങളും വൈകുന്നേരം തോറും കത്തിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ ആജ്ഞ പ്രമാണിക്കുന്നു. നിങ്ങളോ അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇതാ ഞങ്ങളോടുകൂടെ ഞങ്ങളുടെ തലവനായ ദൈവവും നിങ്ങളുടെ നേരെ ധ്വനിപ്പിക്കേണ്ടതിന് ധ്വനിക്കാഹളങ്ങളോടുകൂടെ അവൻ്റെ പുരോഹിതന്മാരുമുണ്ട്. യഹൂദ്യർ തിരിഞ്ഞു നോക്കിയപ്പോൾ പട മുമ്പിലും പിറകിലും കണ്ടു. യഹോവയോട് അവർ നിലവിളിച്ചു. പുരോഹിതന്മാർ കാഹളം ഊതി യഹൂദാ പുരുഷന്മാർ ആർത്തു വിളിച്ചു. യഹൂദാ പുരുഷന്മാർ ആർത്തു വിളിച്ചപ്പോൾ ദൈവം യൊരോബയാമിനെയും എല്ലാ ഇസ്രയേലിനെയും അബിയാവോടും യഹൂദയോടും തോൽക്കുമാറാക്കി. യഹോവയിൽ ആശ്രയിച്ച് അവൻ്റെ പ്രമാണം അനുസരിച്ച അബിയാവ് ഇസ്രയേലിനെ തോൽപ്പിച്ചു. 2 ദിനവൃത്താന്ത പുസ്തകം 13-ാം അധ്യായത്തിൽ ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ, യഹോവയിൽ ആശ്രയിച്ച അബിയാവിനെ യഹോവയെ ധിക്കരിച്ച യൊരോബയാമിൻ്റെ മുമ്പിൽ സിയോൻ പർവ്വതം പോലെ നിൽക്കുമാറാക്കി. നാം ദൈവത്തെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ നാം എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അപ്രകാരം ജീവിക്കുകയും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ എന്തെല്ലാമാണോ അത് നിവർത്തിക്കുന്നതിന് നാം തയ്യാറാവുകയും ചെയ്യുക എന്നാണ് അർത്ഥം. 2 ദിനവൃത്താന്ത പുസ്തകം
13 അധ്യായം 1 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ചാൽ ദൈവത്തിൽ ആശ്രയിച്ച അബിയാവിന് വേണ്ടി ദൈവം എന്ത് ചെയ്തു എന്ന് വ്യക്തമായി പഠിക്കുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഒരുപക്ഷെ അബിയാവ് നേരിട്ടതുപോലൊരു സൈന്യത്തെ നമുക്ക് നേരിടുവാൻ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ അതിനേക്കാൾ വലിയതോ ചെറിയതോ ആയ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ജയഭേരി മുഴക്കുന്നുണ്ടോ? നാം ആ പ്രശ്നങ്ങളെ നോക്കി ഭയപ്പെടേണ്ട. ദൈവമുഖത്തേക്ക് നോക്കൂ, വിടുതൽ ഉറപ്പാണ്. എന്നാൽ ഒരു കാര്യം നാം ഉറപ്പ് വരുത്തിയിരിക്കണം. അബിയാവ് പറഞ്ഞതുപോലെ ഞാൻ യഹോവയുടെ പ്രമാണങ്ങൾ അനുസരിക്കുന്നുവെന്ന് പറയുവാൻ തക്കവണ്ണം നാം വചനത്തോട് കൂറും അനുസരണവും കാണിക്കുകയാണ്. അങ്ങനെയായാൽ ക്രൂശിക്കപ്പെട്ടവനായ കർത്താവ് നമ്മോട് കൃത്യമായി സംസാരിക്കും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. പുറപ്പാട് പുസ്തകം 15 അധ്യായം 26 വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മിസ്രയീമ്യർക്ക് വരുത്തിയ ഒരു വ്യാധിയും നിനക്ക് വരുത്തുകയില്ല എന്നാണ് ആ വാക്യത്തിൽ തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അവർ നിന്നോട് അടുത്തു വരികയില്ല എന്ന് 91 സങ്കീർത്തനം 7 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു, അവൻ്റെ ആലയിൽ ഒരു ആയുധവും നിനക്ക് ഫലിക്കുകയില്ല എന്ന് യെശയ്യാ പ്രവചനം 54 അധ്യായം 16 17 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം മൂലം ആരും വേദനിക്കുന്നില്ല എന്ന് നാം ഉറപ്പ് വരുത്തി ജീവിക്കണം. അങ്ങനെയായാൽ നമുക്ക് ചുറ്റും യഹോവ തീമതിലായിരിക്കുമെന്ന് സഖരിയ പ്രവചനം 2 അധ്യായം 5 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരിക്കലും ഒരു മനുഷ്യനും ഒരു പ്രശ്നവും നമ്മുടെ മുമ്പിൽ സ്ഥിരമായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കുകയില്ല എന്ന് സാരം. ഇത് പ്രപഞ്ച സൃഷ്ടാവായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദാനമാണ്. ആകയാൽ നമുക്ക് ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ചുകൊണ്ട് നിത്യജീവനാവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. ഏതെങ്കിലും പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്നെങ്കിൽ അങ്ങ് അവർക്ക് വേണ്ടി വാദിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.